ആം, ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് നോക്കാം. കാരണം ഇന്നലെ മെയ് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനി 22,478 ആണ്. 22,478 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പോസിറ്റീവ് സൈൻ. ഇതിന് താഴോട്ട് പോകാനുള്ള സാധ്യത അറ്റ് പ്രസൻറ്റ് അത്ര വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 478 ഓക്കെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ അത് ഒരു പോസിറ്റീവ് സൈൻ ആയിരിക്കും. അതിനുശേഷം മാർക്കറ്റിൻ്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ട് കഴിഞ്ഞ ലോയാണ്, അതായത് 22,567. ഇതെങ്ങനെയാണ് ശരിക്കും വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണോ ഇതിന് മുകളിലാണോ ഓപ്പണിംഗ് എങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഈ 567 അതേപോലെ 621 മുകളിൽ എന്ത് ചെയ്യണം, മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടൊരു ഫൂട്ടിങ് വെക്കണം. എന്നിട്ട് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി ഇതേണ്ട ഈ ഒരു റെസിസ്റ്റൻസ്, ഇതാണ് തേർഡ് വേവിൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, 22,854 അല്ലെങ്കിൽ 1022,855. ഇത് തേർഡ് വേവിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ലെവലാണ് സോഫാർ ഇതുവരെയുള്ള സ്ട്രക്ചർ വെച്ചിട്ട്. അപ്പോൾ ഈ 22,854 മുകളിൽ ഒരു സ്ട്രോങ് തേർഡ് വേവ് മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. സോ ആ തേർഡ് വേവിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ ഈ സ്ട്രോങ് തേർഡ് വേവിനെ ട്രേഡ് ചെയ്യാൻ എല്ലാവരും നോക്കുക. 22,855 മുകളിലാണ് ഈ 54.90. അതിൻ്റെ മുകളിലായിരിക്കും ഈ തേർഡ് വേവ് വരിക. അപ്പോൾ അതുവരെ മാർക്കറ്റിൽ ചെറിയ ജനറേഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും വലിയ മൂവ്മെൻറ്റ്സ് അവിടെ വരെ ഉണ്ടാവാൻ സാധ്യത, വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അതിന് മുകളിൽ മാർക്കറ്റ് ശരിക്കും വലിയൊരു ബ്രേക്ക്ഔട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ വലിയ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ടേക്ക് മാർക്കറ്റ് ഓൾ ദ വേ അപ്പ് ടു 23,000+. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലുതായിട്ട് നമ്മൾ നോക്കേണ്ട ലെവല്. അപ്പോൾ ഈ ലെവല് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഇതാണ് ബിഫോർ മാർക്കറ്റ് തരാൻ പറ്റുന്ന അപ്ഡേറ്റ്.